അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് ആർത്തവമായി സംബന്ധിച്ച ഒരു ചോദ്യം ആണ്. ആർത്തവകാരിയുടെ നഖം മുറിക്കലും പല്ല് പറിക്കലും രക്തമെടുക്കലും അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് ആർത്തവകാരിക്ക് ആർത്തവം അതുപോലെ പ്രസവ രക്തമുള്ളവർക്കും രണ്ടുപേർക്കും വലിയ അശുദ്ധിയുള്ളവർക്കും നഖം, മുടി, പല്ല്, രക്തം മുതലായവ നീക്കാതിരിക്കൽ സുന്നത്താണ്. ആ ഒരു സമയത്ത് നീക്കപ്പെട്ട വസ്തുക്കൾ ആഖിറത്തിൽ ജനാബത്തുള്ളതായി വരും എന്ന് ഹദീസുകളിൽ കാണാം. എങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. എങ്കിലും അത് ഹറാമല്ല. അത് ചെയ്തു എന്ന് വെച്ച് വലിയ കുഴപ്പമില്ല. ആർത്തവകാരിയുടെ മുടി കൊഴിഞ്ഞാൽ അതുപോലെ കഴുകേണ്ടതുണ്ടോ എന്നുണ്ട്. കഴുകണം എന്നൊന്നുമില്ല. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഇത് ഹദീസുകളിലൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീയുടെ കൊഴിഞ്ഞ മുടികളും നഖങ്ങളും ഔറത്തായതുകൊണ്ട് തന്നെ അതിനെ കുഴിച്ചു മൂടിയോ മറ്റോ മറച്ചു വെക്കൽ നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു സ്ത്രീക്ക് നിർബന്ധമായ കാര്യമാണ്. അല്ലാതെ നമ്മൾ ആർത്തവ സമയത്ത് കൊഴിഞ്ഞു പോയ മുടിയോ നഖമോ സൂക്ഷിക്കണം എന്നത് നമ്മൾ പണ്ഡിതന്മാർക്കിടയിലൊരു അഭിപ്രായം ഇല്ല. അതുപോലെ തന്നെ അത് അങ്ങനെ ഹദീസുകളിലൊന്നും കാണാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആർത്തവകാരിക്ക് മരണമാസന്നമായവരുടെ സമീപത്ത് നിൽക്കാമോ എന്ന ഒരു ചോദ്യമുണ്ട്. അതിൽ അത്തരം ആർത്തവകാരിക്ക് മരണമാസന്നമായവരുടെ അടുത്ത് പോകുന്നതോ തെറ്റൊന്നുമില്ല. പക്ഷെ അതൊരു കറാഹത്തായ കാര്യമാണ്. സ്വയം നമ്മൾ തന്നെ അകന്ന് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.